പീസ് ആൻഡ് ജോയ്. അസിസിലെ ഫ്രാൻസിസിന്റെ ജീവിതത്തിൽ ഓരോ ദിവസവും ദൈവത്തിന്റെ കൃപ വലിയ അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും എഴുതി ചേർത്തുകൊണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നവരും പിന്നീട് അദ്ദേഹത്തെ അനുഗമിച്ചിരുന്നവരും ഒക്കെ ഈ വലിയ ദൈവാനുഗ്രഹം, ഫ്രാൻസിസ് സ്വീകരിച്ച വലിയ ദൈവാനുഗ്രഹം അതിൽ പങ്കുചേർന്നവരായിരുന്നു. ഒരു ഉദാഹരണത്തിന്, ഒരിക്കൽ 1213 ഫെൽട്രോ എന്ന മലയിലെ ഒരു കോട്ടയിൽ ഒരു പ്രഭു അദ്ദേഹത്തിൻ്റെ ബന്ധത്തിൽപ്പെട്ട ഒരാളെ ഒരു പ്രഭുവായിട്ട് വാഴിക്കുന്ന ഒരു ചടങ്ങിലേക്ക് ഫ്രാൻസിസ് പോവുകയാണ്. അവിടെ പോകാനായിട്ടൊരു കാരണമുണ്ടായിരുന്നു. കാരണം ഒരു പ്രഭു കുടുംബത്തിലെ ഒരു വ്യക്തി ഒരു പുതിയ പ്രഭുവായിട്ട് വാഴിക്കപ്പെടുമ്പോൾ അവിടെ വലിയ ഒരു തിരക്കുണ്ടാവും. സാധാരണ ആൾക്കാരുടേതല്ല, മറിച്ച് അനേകം ധനാഢ്യരും സമ്പന്നരും ഒരുപക്ഷെ സ്വന്തം ആത്മരക്ഷയെക്കുറിച്ച് വേണ്ട രീതിയിൽ ചിന്തിക്കാതെ നടക്കുന്ന, ലോകത്തിൻ്റെ ആഡംബരങ്ങളും അതിൻ്റെ ഭൗതിക സുഖങ്ങളും മാത്രം അന്വേഷിക്കുന്ന, ഈശോയുടെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട അനേകം മനുഷ്യരവിടെ ഉണ്ടാവും. പക്ഷേ അവർക്ക് ഈശോയെക്കുറിച്ചോ ദൈവസ്നേഹത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ആത്മരക്ഷയെക്കുറിച്ചോ ഉള്ള ബോധ്യങ്ങൾ ഉണ്ടാവണമെന്നില്ല. അവര് നിത്യനാശത്തിലേക്ക് പോവാതെ അവരെ രക്ഷിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള ആഘോഷങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് അവരോട് സുവിശേഷം പ്രഘോഷിക്കാൻ ഫ്രാൻസിസ് തീരുമാനിച്ചു. അങ്ങനെ ഫെൽട്രോ മലയിലേക്ക് ഫ്രാൻസിസ് പോവുകയാണ്. അവിടെ അനേകം പ്രഭുക്കന്മാരുണ്ടായിരുന്നു. അവിടെ വെച്ച് ഒർലാൻഡോ എന്ന് പറയുന്ന ഒരു പ്രഭുവിനെ പരിചയപ്പെടുകയാണ്. ഈ ഒർലാൻഡോ പ്രഭു ഫ്രാൻസിസിനെ കുറിച്ച് വളരെയേറെ കേട്ടിരുന്നു. അതുമാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ആത്മീയ കാര്യങ്ങളെക്കുറിച്ച് വളരെ ശ്രദ്ധാലുവായ ഒരു മനുഷ്യനായിരുന്നു. അതുകൊണ്ട് തന്നെ ഒർലാൻഡോ പ്രഭു ഫ്രാൻസിസിൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, എനിക്ക് എൻ്റെ ആത്മരക്ഷയെ സംബന്ധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ അങ്ങുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹമുണ്ട്. ഫ്രാൻസിസ് പറഞ്ഞു, അങ്ങ് ഈ ആഘോഷത്തിൽ പങ്കെടുക്കാൻ വന്നയാളല്ലേ, അങ്ങ് അതിൽ പങ്കുചേരുക, അതിനിടയിൽ നമുക്ക് സംസാരിക്കാം. അതിനുശേഷം സമയം കിട്ടിയപ്പോൾ ഫ്രാൻസിസ് ആ കോട്ടമതിലിന് മുകളിലേക്ക് കയറി നിന്നിട്ട് ഇപ്രകാരം പ്രഘോഷിക്കാൻ തുടങ്ങി: ഞാൻ പ്രതീക്ഷിക്കുന്ന ആനന്ദം വളരെ വലുതാകിയാൽ അതിലേക്കുള്ള സഹനങ്ങളെ നിസാരമായിട്ട് ഞാൻ കരുതുകയാണ്. അതായത് ഫ്രാൻസിസ് പറഞ്ഞതിനൊരു ആത്മീയ അർത്ഥമുണ്ടായിരുന്നു. ഞാൻ പ്രതീക്ഷിക്കുന്ന ആനന്ദം, സൗഭാഗ്യം ആയതിനാൽ അതിലേക്കുള്ള ക്ലേശകരമായിട്ടുള്ള അവസ്ഥകളെയൊക്കെ ഞാൻ വലിയ സന്തോഷത്തോടെ പരിഗണിക്കുകയാണ്. അത് എവിടെ വെച്ചാണ് അദ്ദേഹം അത് പറയുക? ഒരു കവിത പോലെ ഫ്രാൻസിസ് ഇത് പാടുമ്പോൾ അവിടെ ലോകത്തിൻ്റെ ആഡംബരങ്ങളും അധികാരങ്ങളും ഒക്കെ വലിയ ഭാഗ്യമാണെന്ന് കരുതുന്ന ഒരു ജനത്തിനിടയിൽ നിന്നുകൊണ്ടാണ് പറയുക. ഈ ചാക്കുവസ്ത്രം ധരിച്ച അല്ലെങ്കിൽ പരിവരുത്ത വസ്ത്രം ധരിച്ച് കീറിപ്പറഞ്ഞ വേഷം ധരിച്ച ചെരുപ്പ് പോലും ഇടാതെ നിൽക്കുന്ന ഒരു ഭിക്ഷാടകനെ പോലെ നിൽക്കുന്ന മനുഷ്യൻ പറയുകയാണ്, ഞാൻ പ്രതീക്ഷിക്കുന്ന ആനന്ദം വളരെ വലുതാകിയാൽ, ഈ പറയുന്ന വേഷഭൂഷാദികൾ കൊണ്ടോ അധികാരങ്ങൾ കൊണ്ടോ പണം കൊണ്ടോ പ്രശസ്തി കൊണ്ടോ കിട്ടുന്ന ഒന്നല്ല, അതിനേക്കാൾ വളരെ വലുതാകിയാൽ ഞാൻ കടന്നു പോകുന്ന ഈ ക്ലേശങ്ങൾ എനിക്ക് ആനന്ദകരമായിട്ട് തീരുന്നു. അപ്പോൾ അത് കേൾക്കുന്ന ചില മനുഷ്യരുടെയൊക്കെ ഉള്ളിൽ അത് തറയ്ക്കുന്നുണ്ട്. കാരണം ഞങ്ങൾ ചെയ്യുന്നത് ശരിയാണോ? ഇതെല്ലാം ഉണ്ടായിട്ടും ഉള്ളിലൊരു ആനന്ദമില്ല. ഇതൊന്നുമില്ലാതൊരു മനുഷ്യൻ അവിടെ സന്തോഷത്തോടെ പ്രകാശത്തിൽ നിൽക്കുന്നു. അവരുടെ മനസ്സ് ചലിക്കുവാൻ തുടങ്ങി. എന്നാൽ ആ വലിയ ആഡംബരത്തിൽ അവർ മുഴുകിയിരിക്കുമ്പോൾ ഒർലാൻഡോ പ്രഭു എന്നിട്ട് പറയുകയാണ്, എനിക്ക് എൻ്റെ ആത്മീയ കാര്യങ്ങളെക്കുറിച്ച് അങ്ങയോട് സംസാരിക്കണമെന്നുണ്ട്. ഫ്രാൻസിസ് ആ ചടങ്ങിനിടയിൽ സംസാരിക്കുക എന്ന് പറയുന്നു. അത് തീരാറായപ്പോൾ ഒർലാൻഡോ വീണ്ടും ഫ്രാൻസിസിനെ സമീപിക്കുന്നു. ഫ്രാൻസിസ് അദ്ദേഹത്തോട് സന്തോഷത്തോടു കൂടി സംസാരിക്കുന്നു. അദ്ദേഹം ഫ്രാൻസിസിനോട് പറയുന്നു, എനിക്ക് എൻ്റെ കൊട്ടാരത്തിന് അടുത്തായിട്ട് ഒരു മലയുണ്ട്. ആ മലയുടെ പേര് ലവേർണ എന്ന് പറയുന്ന ഒരു മലയാണ്. ആ മലയിൽ അനേകം ഗുഹകളുണ്ട്, നിബിഡ വനമാണ്, നല്ല കാലാവസ്ഥയാണ്, പ്രകൃതി ഭംഗി അത്രയേറെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്ഥലമാണ്. അത് അങ്ങേക്കും അങ്ങയുടെ അനുയായികൾക്കും വിട്ടുതരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുക. ഉടനെ ഫ്രാൻസിസിന് സന്തോഷം തോന്നി. അത് ആ പ്രഭുവിൻ്റെ തീക്ഷ്ണതയിലും ത്യാഗ മനസ്ഥിതിയിലുമായിരുന്നു. ഫ്രാൻസിസ് പക്ഷേ ഉടനെ അങ്ങോട്ട് പോകാമെന്ന് സമ്മതിച്ചില്ല. പകരം പ്രഭുവിനോട് പറഞ്ഞു, ഞാൻ തിരികെ പോർച്ചുഗലയിൽ എത്തുമ്പോൾ എൻ്റെ സഹോദരന്മാരെ അങ്ങോട്ട് അയക്കാം. അത് ഞങ്ങളുടെ സഭയ്ക്ക് ഉചിതമായ ഒരു പ്രാർത്ഥനാ പ്രദേശമാണ് അല്ലെങ്കിൽ ഒരു കേന്ദ്രമായിട്ട് തോന്നുകയാണെങ്കിൽ അവരവിടെ പർണശാലകൾ നിർമ്മിച്ചുകൊള്ളും. ഒർലാൻഡോ പ്രഭു സന്തോഷത്തോടെ മടങ്ങുകയാണ്. അങ്ങനെ ആ അൽവേർണ മല ഫ്രാൻസിസിൻ്റെയും കൂട്ടുകാരുടെയും പേരിൽ അദ്ദേഹം ഒരു പ്രമാണ രേഖയിലൂടെ അവർക്ക് ദാനമായിട്ട് നൽകിയ. പിൽക്കാലത്ത് അസിസിലെ വിശുദ്ധ ഫ്രാൻസിസിനെ മനുഷ്യ ചരിത്രത്തിൽ വേർതിരിച്ച് നിർത്തുന്ന ഒരു വലിയ ആത്മീയ അനുഭവം, തിരുസഭയുടെ മനുഷ്യ ചരിത്രത്തിലെ ആ വലിയ ആത്മീയ അനുഭവം പഞ്ചശതം ധരിക്കുന്നത് അവിടെ വെച്ചാണ്. അത് ലഭിക്കാനിടയായതോ ആത്മരക്ഷാർത്ഥം, ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ഒരു പീഡിപ്പിക്കപ്പെടാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഫ്രാൻസിസ് കയറി ചെല്ലുമ്പോൾ
ആ കയറി ചെന്ന ആ തീഷ്ണത ഫ്രാൻസിസിന് വലിയൊരു അനുഗ്രഹം കൂടി ഭൗതികമായിട്ട് കൊടുക്കുകയാണ്. അതെന്താണ്? പിൽക്കാലത്ത് തൻ്റെ ജീവിതത്തിൽ താൻ അറിയപ്പെടാൻ പോകുന്ന ഈശോയുടെ തിരുമുറിവുകൾ ലോക ചരിത്രത്തിൽ ആദ്യമായിട്ട് സ്വീകരിച്ച ആ മനുഷ്യനായിട്ട് മാറാൻ പോകുന്നത് ആ മലയിൽ വെച്ചാണ്. അതോടൊപ്പം തന്നെ ഒർലാൻഡോ പ്രഭു ആണെങ്കിലും മരണശേഷം സംസ്കരിക്കപ്പെടുന്നത് ഈ അൽവേർണയിൽ വെച്ചാണ്. അൽവേർണ മല നിലനിൽക്കുന്നിടത്തോളം കാലം, ഫ്രാൻസിസ് ഓർമ്മിക്കപ്പെടുന്നിടത്തോളം കാലം ഈ ഒർലാൻഡോ പ്രഭുവിനും ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കും. നമുക്ക് ദൈവകൃപയോട് സഹകരിക്കാം, നിലനിൽക്കുന്നതിന് വേണ്ടി അധ്വാനിക്കാം. ഉന്നതങ്ങളിലുള്ളവ ലക്ഷ്യം വെക്കാനായിട്ട് ഈശോ ഓർമ്മിപ്പിക്കുകയാണ്. ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല, ആത്മാവാണ് ജീവൻ നൽകുന്നത്. ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടമായാൽ എന്തു പ്രയോജനം എന്ന് ഈശോ ചോദിക്കുക. നിന്റെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിന്റെ ഹൃദയവും. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.